Dear students, ലൈറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 പ്രോപ്പർട്ടിയാണ് ഇൻ്റർഫെറൻസ്, ഡിഫ്രാക്ഷൻ ആൻഡ് പോളറൈസേഷൻ. Polarization, it is the property of light by virtue of which the electric field vectors in the light transmitted by certain materials get confined to a particular plane. That is the light wave in which electric vector that is confined to a single plane. That is the polarized light or polarized wave. Interference, അതേപോലെ തന്നെ diffractions, they prove that the light waves are in the form of the wave motion. But they are nothing mentioned about the longitudinal or transverse nature of the light, or whether the light is transverse or longitudinal. The phenomena of polarization that proves the light waves are transverse in nature. The light waves are transverse in nature. അപ്പോൾ ട്രാൻസ്വേഴ്സ് വേവ് എന്താണെന്ന് നമുക്ക് ചോദ്യം വരാം. It is a wave in which the particles of the medium oscillates at right angles to the direction of the propagations. അതായത് വേവ്സിലെ ഓരോ പാർട്ടിക്കിൾസും വൈബ്രേറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഓസിലേറ്റ് ചെയ്യുന്നത് that is perpendicular to the direction of propagation. സപ്പോസ് ലൈറ്റ് വേവ്സ് ഈ ഒരു ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഓരോ വേവ്സിൻ്റെയും ഡയറക്ഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഓരോ പാർട്ടിക്കിൾസിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലറായിട്ടായിരിക്കും. അതിനെ ഞാനിപ്പോൾ ഓരോ ആരോ മാർക്ക് വെച്ച് കാണിക്കാം. ദാറ്റ് ഈസ് ദി ട്രാൻസ്വേഴ്സ് വേവ്സ്. So we can say the light waves are transverse in nature. പോളറൈസേഷനെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾക്ക് അൺപോളറൈസ്ഡ് ലൈറ്റ് എന്താണെന്നും പോളറൈസ്ഡ് ലൈറ്റ് എന്താണെന്നും മനസ്സിലാക്കണം. സപ്പോസ് ദ ലൈറ്റ് ഓർ ഓർഡിനറി ലൈറ്റ്, ദാറ്റ് ഈസ് ദി അൺപോളറൈസ്ഡ് ലൈറ്റ്. ഓർഡിനറി ലൈറ്റ് എപ്പോഴും അൺപോളറൈസ്ഡ് ലൈറ്റ് ആയിരിക്കും. അതിനകത്തുള്ള vibrations, that is planes of vibrations അല്ലെങ്കിൽ light vibrations of the particles, or we can say the vibrations of the particles, they are symmetrically distributed about the direction of propagation of the wave. Light vibrations that is symmetrically distributed. എല്ലാ ഡയറക്ഷനിലും അത് ഒരേപോലെ ഡിസ്ട്രിബ്യൂട്ടഡ് ആയിരിക്കും. This is the representation of the unpolarized light. Unpolarized light. Okay. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾക്ക് പോളറൈസ്ഡ് ലൈറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ കൂടി നോക്കാം. മറ്റൊരു കാര്യം കൂടി നോക്കുക. അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെയാണ്. ചില ബുക്കുകളിൽ അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ റെപ്രസെൻറ്റേഷൻ ഇങ്ങനെ കൂടി കാണിക്കാറുണ്ട്. അതായത് ഒരു ഡബിൾ സൈഡിലുള്ള ഒരു ആരോ മാർക്കും നടുക്ക് ഒരു ഡോട്ടും. ബോത്ത് ഷോസ് ദി അൺപോളറൈസ്ഡ് ലൈറ്റ് in which the particles vibrate in all directions. Here this shows perpendicular to the direction. ഒരു സൈഡ് വ്യൂ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്ലെയിനിൻ്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിൽ കാണിക്കുന്നതാണ് ഈ ഒരു റെപ്രസെൻറ്റേഷൻ. ഇതും അൺപോളറൈസ്ഡ് ലൈറ്റിൻ്റെ റെപ്രസെൻറ്റേഷനാണ്.
ദെൻ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒരു രണ്ട് സൈഡിലുള്ള ഒരു ആരോ മാർക്ക് വെച്ചിട്ടാണ് ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ് അല്ലെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ ഈ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ്റെ ഇതും കൂടി നമുക്ക് കാണിക്കാം. ദിസ് റെപ്രസെൻറ്റ്സ് പ്ലെയിൻ പോളറൈസ്ഡ് ഓർ linearly polarized light. Plain or linearly polarized light. ഇതിന് മറ്റൊരു റെപ്രസെൻറ്റേഷൻ കൂടിയുണ്ട്. സപ്പോസ് ഇതാണ് ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ എങ്കിൽ ഇതിപ്പോൾ പെർപെൻഡിക്കുലറായിട്ട് കാണിച്ചു. അതേപോലെ തന്നെ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ, അതേപോലെ തന്നെ ഈ ഒരു പ്ലെയിൻ ഓഫ് പേപ്പറിന് പാരലലായിട്ടും. ഇനി ഈ പ്ലെയിൻ ഓഫ് പേപ്പറിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് കാണിക്കുന്നതെങ്കിൽ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ നമ്മൾ ഒരു ഡോട്ട്സ് കൊണ്ട് കൂടി റെപ്രസെൻറ്റ് ചെയ്യും. ഓക്കെ, ബോഷ് റെപ്രസെൻറ്റ്സ് പ്ലെയിൻ ഓർ ലീനിയർലി പോളറൈസ്ഡ് ലൈറ്റ്. ഇനി അൺപോളറൈസ്ഡ് ലൈറ്റ് എന്താണെന്നും പോളറൈസ്ഡ് ലൈറ്റ് എന്താണെന്നും ചെറിയൊരു എക്സ്പെരിമെൻറ്റിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാം. അതിനു വേണ്ടി നമ്മൾ ജസ്റ്റ് ഒരു റോപ്പ് കൺസിഡർ ചെയ്യാം. സപ്പോസ് AB എന്ന് പറഞ്ഞ ഒരു റോപ്പ് കൺസിഡർ ചെയ്യുന്നു. റോപ്പ് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ജസ്റ്റ് ഒരു റോപ്പ് കൺസിഡർ ചെയ്യുന്നു. ഈ ഒരു റോപ്പിൻ്റെ ഈ ഒരു പോയിൻ്റ് B എന്ന് പറഞ്ഞ പോയിൻറ്റിനെ ഞാൻ ഫിക്സഡ് ആക്കി വയ്ക്കുന്നു. ഇവിടെ ഞാൻ പിടിച്ചേക്കുവാണ്. ഈ ഒരു റോപ്പ് ഞാൻ അപ്പ് ആൻഡ് ഡൗൺ ഒന്ന് മൂവ് ചെയ്തു. ജസ്റ്റ് അപ്പ് ആൻഡ് ഡൗൺ ഒന്ന് മൂവ് ചെയ്തു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? ഇവിടെ വേവ്സ് ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന അടുത്ത സ്റ്റെപ്പ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റോപ്പിൽ ഞാനിവിടെ ഒരു ചെറിയൊരു സ്ലിറ്റും കൂടി വയ്ക്കുന്നു. ഓക്കെ, ആ ഒരു ചെറിയൊരു സ്ലിറ്റാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ഫിഗർ കണ്ടപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഈ ഒരു സ്ലിറ്റിന് പാരലായിട്ടുള്ള വൈബ്രേഷൻസാണ് ഇതിൽ കൂടി കടന്നു പോകുന്നത്. അതായത് ഈ വൈബ്രേഷൻസ് ഈ ഒരു സ്ലിറ്റിൽ കൂടി കടന്നു പോകണമെങ്കിൽ ഇത് രണ്ടും സ്വാഭാവികമായിട്ടും ഒരേ ഡയറക്ഷനായിരിക്കണം. സപ്പോസ് ഈ ഒരു സ്ലിറ്റ് ഞാൻ ഈ ഒരു ഡയറക്ഷന് പെർപെൻഡിക്കുലറായിട്ടാണ് വയ്ക്കുന്നതെങ്കിലോ ഈ ഒരു ലൈറ്റ് വൈബ്രേഷൻസ് ലൈറ്റ് അല്ല ഈ ഒരു വൈബ്രേഷൻസ് ഈ ഒരു സ്ലിറ്റിന് പെർപെൻഡിക്കുലർ ആണെങ്കിൽ ഈ ഒരു സ്ലിറ്റിന് ബിയോണ്ട് ദി സ്ലിറ്റ് there is no wave. ഒരു വേവും അവിടെ കാണുന്നില്ല. ഓക്കെ, so the slit transmits only the transverse waves. ഓക്കെ, ഇനി വേണമെങ്കിൽ മറ്റൊരു സ്റ്റെപ്പും കൂടി ഞാൻ ചെയ്യുന്നു. ആദ്യത്തെ സ്റ്റെപ്പിൽ ഞാൻ ഇതിനെ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്തു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഇതിനെ ഞാനൊരു സർക്കുലർ മോഷനിൽ മൂവ് ചെയ്തു. എന്ത് സംഭവിക്കും? റോപ്പ് ഒരു സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യും. അതിനുശേഷം നമ്മളിവിടെ ഒരു സ്ലിറ്റ് ഉണ്ട്. നേരത്തെ കാണിച്ച പോലെ തന്നെ ഒരു സ്ലിറ്റ് ഇവിടെയുമുണ്ട്. ബിയോണ്ട് ദ സ്ലിറ്റ് ഓരോ സ്ലിറ്റിന് ഞാൻ കൊടുക്കാം. ഇവിടെ ഞാൻ S1 എന്ന് കൊടുത്തു, ഇവിടെ S2 എന്ന് കൊടുത്തു, ഇവിടെയും S1. ബിയോണ്ട് ദ സ്ലിറ്റ് S1 ഇറ്റ് വിൽ ഷോ ഓൺലി ദി ലീനിയർ വൈബ്രേഷൻസ്. ഇതിനകത്തുള്ള ഈ സ്ലിറ്റിന് പാരലലായിട്ടുള്ള വൈബ്രേഷൻസ് മാത്രമേ കടത്തിവിടുന്നുള്ളൂ. ദാറ്റ് മീൻസ് ദ സ്ലിറ്റ് that will store other components. ഇതിനകത്തുള്ള മറ്റ് കമ്പോണൻസിനെല്ലാം ഈ ഒരു സ്ലിറ്റ് സ്റ്റോപ്പ് ചെയ്തു. ഇനി
മറ്റൊരു സ്ലിറ്റ് നമ്മൾ ഇതിന് പെർപെൻഡിക്കുലറായിട്ട് വെച്ചാലോ നമ്മൾക്ക് ഒരു വൈബ്രേഷൻസും കിട്ടുന്നില്ല. ദർ ഇസ് നോ വൈബ്രേഷൻസ് ബിയോണ്ട് S2. ഇതേപോലെ തന്നെ ഒരു സിമിലർ ഒബ്സർവേഷൻസ് നമുക്ക് ലൈറ്റിൻ്റെ കേസിൽ സ്റ്റഡി ചെയ്യാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഞാനിവിടെ സർക്കുലർ മോഷനിൽ ചെയ്തു. ഇനി ഞാൻ പറഞ്ഞു ഈ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള റേസിനെയാണ് ട്രാൻസ്വേഴ്സ് വേവ്സ് എന്ന് പറയുന്നത്. ഇനി അപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, അപ്പോൾ പിന്നെ ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് ചോദിക്കാം. ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സ് ഈ ഒരു റോപ്പിനെ ഞാനൊന്ന് റൈറ്റിലേക്കും അല്ലെങ്കിൽ ഫോർവേഡിലേക്കും ബാക്ക്വേഡിലേക്കും മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയൊരു വൈബ്രേഷൻസ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കും. That is the vibrations parallel to the direction of propagation. So we know that the waves that will pass through S1 and S2 irrespective of their position. അതിൻ്റെ പൊസിഷൻ നോക്കാതെ തന്നെ ഏത് വൈബ്രേഷൻസ് ആണെന്ന് നോക്കാതെ, കാരണം ഈ ഒരു ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ്റെ അതേ ഡയറക്ഷനിൽ തന്നെയാണ് ലോഞ്ചിറ്റ്യൂഡിനൽ വേവ്സിൻ്റെ ഡയറക്ഷനുള്ളത്. സോ the slits will pass or the waves will pass through the slit S1 and S2. Okay. ഇതേ പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ഇതേ ഒബ്സർവേഷൻ നമ്മൾ ലൈറ്റിൻ്റെ കേസിലും കൂടി സ്റ്റഡി ചെയ്യുവാണ്. സപ്പോസ് നമ്മളൊരു അൺപോളറൈസ്ഡ് ലൈറ്റ്, നേരത്തെ പറഞ്ഞു അൺപോളറൈസ്ഡ് ലൈറ്റ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതുമല്ലെങ്കിൽ ഒരു ഡോട്ടഡ് ഇട്ടായിട്ടും കാണിക്കാം, ഇങ്ങനെയും റെപ്രസെൻറ്റ് ചെയ്യാം. സപ്പോസ് ദിസ് ഈസ് ദി അൺപോളറൈസ്ഡ് ലൈറ്റ് ദാറ്റ് ഈസ് ഇൻസിഡൻറ്റ് ഓൺ ദി ടർമലൈൻ ക്രിസ്റ്റൽ. നമ്മൾ റോപ്പിലുള്ള ഈ ഒരു വേവ്സിൻ്റെ കേസിൽ സ്ലിറ്റാണ് കൺസിഡർ ചെയ്തതെങ്കിൽ ഇവിടെ നമ്മളൊരു ടർമലൈൻ ക്രിസ്റ്റലാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് ഇറ്റ് ഈസ് ദ ജെം സ്റ്റോൺ. ഓക്കെ, ഇറ്റ് ക്യാൻ ബി അവൈലബിൾ വെറൈറ്റി ഓഫ് കളേഴ്സ്. ചിലപ്പോൾ ഈ ഒരു ഇതിന് പുറത്തേക്ക് വരുന്ന ലൈറ്റിന് ചെറിയൊരു ലൈറ്റ് കളേഴ്സും കൂടി ഉണ്ടാകാം. ദാറ്റ് ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ ദിസ് ക്രിസ്റ്റൽ. ഓക്കെ, ഞാനിവിടെ ഈ ഒരു ക്രിസ്റ്റലിന് ഒരു ആക്സിസും കൂടി കാണിക്കുകയാണ്. ഈ ഒരു ക്രിസ്റ്റലിന് ഞാൻ A എന്ന് പറയുന്നു. The axis of the tourmaline crystals or the light vibrations that is parallel to the axis of the tourmaline crystals only allows. Okay, that is the light vibrations that is parallel to the axis of the tourmaline crystals will allow to pass through it. അതിനെ ഞാൻ ഓക്കെ, അപ്പോൾ ഈ ഒരു പെർപെൻഡിക്കുലർ കമ്പോണൻറ്റ് നമ്മൾക്ക് കിട്ടിയില്ല, അതെല്ലാം ക്യാൻസൽ ചെയ്ത് പോയി. ക്യാൻസൽ ചെയ്തെന്ന് പറയാൻ പറ്റില്ല, ആ ഒരു കമ്പോണൻസിനെല്ലാം ഈ ഒരു ക്രിസ്റ്റലിൻ്റെ ആക്സിസ് കാരണം അത് സ്റ്റോപ്പ് ചെയ്ത് പോയിട്ടുണ്ട്. ഈ ഒരു ഡയറക്ഷൻസ് മാത്രമേ ബിയോണ്ട് ദ tourmaline crystals allowed ആയിട്ടുള്ളൂ. So we can say this is the plane polarized or linearly polarized light. Okay, ഇനി ഇത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണോ എന്ന്, അല്ലെങ്കിൽ ഇതൊരു പർട്ടിക്കുലർ ഒരൊറ്റ ഡയറക്ഷനിലെ കൺഫൈൻ ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണല്ലോ നമ്മളതിനെ പ്ലെയിൻ പോളറൈസ്ഡ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ ലൈറ്റ് വേവ് ഇൻ വിച്ച് their electric field vector, that is we know that this light wave that is electromagnetic waves, so it must have oscillating electric components and magnetic components which are mutually perpendicular and also the perpendicular to the direction of propagation of the wave. So the light wave in which the electric vector is confined to a single plane, that is called plane polarized light or plane polarized transverse wave. ഇനി ഇത് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ആണോ എന്ന് എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും? ഒരു എളുപ്പ വഴി എന്ന് പറയുന്നത് ഇതേപോലത്തെ ഒരു ടർമലൈൻ ക്രിസ്റ്റൽ കൂടി നമ്മൾ ഇവിടെ വയ്ക്കുന്നു. അതിനെ ഞാൻ B എന്ന് പറയാം.
ഇതിനും ഒരു ആക്സിസ് കാണിക്കുന്നുണ്ട്. ഈ ഒരു ആക്സിസിന് പാരലലായിട്ടാണ് ഈ ലൈറ്റ് വൈബ്രേഷൻ എങ്കിൽ ഇറ്റ് അലൗസ് നമ്മൾക്ക് ഇവിടെ ഒരു മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടും. ഇനി ഈ ഒരു ടംബ്ലൈൻ ക്രിസ്റ്റലിനെ ഞാൻ ഒരു പെർപെൻഡിക്കുലർ ഡയറക്ഷനിലാണ് കാണിക്കുന്നതെങ്കിൽ ഇതിനുശേഷം ഞാൻ ടർമലൈൻ ക്രിസ്റ്റൽ ഒരു പെർപെൻഡിക്കുലർ ഡയറക്ഷൻ, അതായത് ഈ ലൈറ്റ് വൈബ്രേഷന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ we will get zero intensity. Okay, from this manner we can observe this is polarized or not. So we can say this tourmaline crystal, or we call this tourmaline crystal as polarizer and this tourmaline crystal as the analyzer. രണ്ടും ടർമലൈൻ ക്രിസ്റ്റൽസ് തന്നെയാണ്. അത് ഒരു ഭാഗത്ത് പോളറൈസറായിട്ടും മറ്റൊരു ഭാഗത്ത് അനലൈസറായിട്ടും ആക്ട് ചെയ്യുന്നു. ഇനി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇത് ഞാനിപ്പോൾ പാരലലായിട്ടും ഇത് 90 ആയിട്ടും കാണിച്ചു. ഇൻ ബിറ്റ്വീൻ ഏതെങ്കിലും ഒരു ആംഗിളിലാണ് നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ചുള്ള ഇൻറ്റൻസിറ്റി വേരിയേഷൻസ് നമുക്ക് ഔട്ട്പുട്ടിൽ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. സപ്പോസ് ഒരു 270 ഇൻറ്റൻസിറ്റി റെഡ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ കുറച്ച് ചെറിയൊരു ഇൻറ്റൻസിറ്റിയും കാണിക്കും. സപ്പോസ് the intensity increases at an angle 0. Then what happens when this rotates through 90 degree? The intensity almost 0. When it is 90 degree, it is almost 0. ഇനി നമ്മൾ ഈ ഒരു ക്രിസ്റ്റലിനെ ഒന്നും കൂടി റൊട്ടേറ്റ് ചെയ്യുകയാണ്. 90ക്ക് പകരം 180 ആക്കി. 180 ആക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? Again intensity becomes maximum at 180 degree. Then the intensity again decreases or almost to 0 at 270. And then increase to maximum at 360 degree. Okay, ശ്രദ്ധിക്കേണ്ട കാര്യം, എപ്പോഴാണോ ലൈറ്റ് വൈബ്രേഷൻസ് ഈ ഒരു ആക്സിസിന് പാരലലായിട്ട് വരുന്നത് അപ്പോഴായിരിക്കും നമ്മൾക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടുന്നത്. പിന്നെ പെർപെൻഡിക്കുലറായിട്ട് വരുന്ന പൊസിഷൻസ് എവിടെയോ അവിടെ നമ്മൾക്ക് 0 ഇൻറ്റൻസിറ്റി കിട്ടും. അത് 270 90 ആയിക്കോട്ടെ, we will get 0 intensity. Okay, so from this way we can say the light waves are transverse in nature. ഇനി നമ്മുടെ അടുത്ത ചോദ്യം, ഇതേപോലെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് നമ്മൾക്ക് ഏതൊക്കെ മെത്തേഡ് വഴി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ ഏതൊക്കെ മെത്തേഡ്സിൽ നമ്മൾക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും? ദർ ആർ ഡിഫറെൻറ്റ് മെത്തേഡ്സ്. റിഫ്ലക്ഷൻ ഉപയോഗിച്ചും, റിഫ്ലക്ഷൻ, ദെൻ റിഫ്രാക്ഷൻ, അതേപോലെ തന്നെ സ്കാറ്ററിങ് ഉപയോഗിച്ചും, സ്കാറ്ററിങ് മെത്തേഡ്, ദെൻ സെലക്റ്റീവ് അബ്സോർപ്ഷൻ. സെലക്റ്റീവ് അബ്സോർപ്ഷന് ഡൈക്രോയിസം എന്ന് കൂടി പറയും, ഡൈക്രോയിസം. ദെൻ ഡബിൾ റിഫ്രാക്ഷൻ. ആദ്യം തന്നെ പോളറൈസേഷൻ ബൈ റിഫ്ലക്ഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം.
by reflection. Suppose when ordinary light or unpolarized light that is reflected by a transparent medium, it is just like a glass തന്നെ ആവണമെന്നില്ല, any transparent material ആകാം, we will get the reflected light that is partially plane polarized. നമ്മൾ ഫുൾ ആണെന്ന് പറയുന്നില്ല, fully plane polarized എന്ന് പറയുന്നില്ല, it is partially plane polarized because it consists of ordinary light and the plane polarized light. Suppose ഒരു unpolarized light ഇൻസിഡൻറ്റ് ചെയ്യുന്നു, ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ കാണിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു നോർമൽ കാണിക്കുന്നുണ്ട്. നമുക്കറിയാം നോർമലിനെ ഞാൻ n എന്ന് കാണിക്കുന്നു, ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിന് ഞാൻ XY എന്ന് കാണിക്കുന്നു, റേ ഓഫ് ലൈറ്റിന് ഞാൻ AB എന്ന് കാണിക്കുന്നു. സ്വാഭാവികമായും ഇവിടെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവുന്നുണ്ട്, അത് ഞാൻ BC എന്ന് കാണിക്കുന്നു. ഇൻസിഡൻറ്റ് ചെയ്യുന്ന ലൈറ്റ് അൺപോളറൈസ്ഡ് ലൈറ്റാണ്, അത് റെപ്രസെൻ്റ് ചെയ്യാൻ ഇതുവഴി ഞാൻ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ, റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് പാർഷ്യലി പോളറൈസ്ഡ് ആയിരിക്കും. ഇതിനകത്ത് ഓർഡിനറി ലൈറ്റും കാണാം, അതേപോലെ തന്നെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റും കാണാം. പക്ഷേ ഇവിടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഏതോ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോൾ we will get the reflected light is polarized, and this angle is called polarizing angle or the angle of polarization of the substance. That is, there is a particular angle for the incidence for which the polarization of the reflected light is maximum. ആംഗിൾ ഓഫ് ഇൻസിഡൻസിന് ഞാൻ തീറ്റ എന്ന് പറയുന്നു. തീറ്റ എന്ന് പറയുന്നത് പോളറൈസിങ് ആംഗിൾ, ഏതോ ഒരു പർട്ടിക്കുലർ ആംഗിളിൽ വരുമ്പോൾ we will get the reflected light is or the plane polarized light that is at the maximum, that is reflected polarization of the reflected light is maximum. എയർ ഗ്ലാസ് റിഫ്ലക്ഷൻ ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഈ തീറ്റ അല്ലെങ്കിൽ തീറ്റ പി എന്ന് പറയുന്നത് 57.5 ഡിഗ്രി ആയിരിക്കും. ഫോർ ദ കേസ് ഓഫ് എയർ ഗ്ലാസ് ആണെങ്കിൽ, ഇപ്പോൾ വേറൊരു റിഫ്ലക്റ്റീവ് മീഡിയം ആണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു ട്രാൻസ്പെറൻറ്റ് മീഡിയം ആണ് എടുക്കുന്നതെങ്കിൽ, സപ്പോസ് വാട്ടറാണ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മീഡിയം ആണെങ്കിൽ അതിനനുസരിച്ച് പോളറൈസിങ് ആംഗിളിൽ വ്യത്യാസം വരും. ഓക്കെ, സോ ലെറ്റ് a ray of light be incident along AB on the glass surface XY. It is reflected along BC. The plane containing the incident ray and the normal is the plane of incidence. Now the electric field vector of this incident ray that is resolved into two components, ഒരു പാരലൽ കമ്പോണൻറ്റും അതേപോലെ തന്നെ പെർപെൻഡിക്കുലർ കമ്പോണൻറ്റും. ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നത് പെർപെൻഡിക്കുലർ കമ്പോണൻ്റ് ആയിരിക്കും, പാരലൽ കമ്പോണൻ്റ് ആണ് റിഫ്രാക്റ്റ് ചെയ്തു പോകുന്നത്. ഇനി പെർപെൻഡിക്കുലർ കമ്പോണൻറ്റിനെ നമ്മൾക്ക് എസ് കമ്പോണൻറ്റ് എന്ന് പറയാം, ഇവിടെ പി കമ്പോണൻറ്റ് എന്ന് പറയാം. സ്വാഭാവികമായും അൺപോളറൈസ്ഡ് ലൈറ്റിനേക്കാളും ഇൻറ്റൻസിറ്റി കുറവായിരിക്കും, കാരണം ഇത് ഡിവൈഡ് ചെയ്ത് രണ്ട് സെക്ഷനായിട്ടാണ് മാറുന്നത്. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്ത് ഒരു ലോ ഉണ്ട്, ദാറ്റ് ഈസ് ബ്രൂസ്റ്റേഴ്സ് ലോ.
Brewster's law. Brewster's law states that the tangent of the polarizing angle, that is tangent of the polarizing angle, that is theta p, that is equal to refractive index of that medium. That is theta p is the polarizing angle, n is the refractive index of the material of the reflector. Air ആണെങ്കിൽ അതിൻ്റെ refractive index, വാട്ടർ ആണെങ്കിൽ അതിൻ്റെ refractive index, പിന്നെ വേറെ ഏത് മീഡിയം ആണോ എടുക്കുന്നത് അതിൻ്റെ refractive index. So from this equation it is clear that the polarizing angle, that is depends upon the refractive index of the material of the reflector. ഇതിനെ നമ്മൾക്കൊന്ന് റീറൈറ്റ് ചെയ്താലോ. ടാൻ തീറ്റ പിനെ സൈൻ തീറ്റ പി ബൈ കോസ് തീറ്റ പി, ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ. അതേപോലെ തന്നെ നമ്മൾക്ക് സ്നെൽസ് ലോ ഓഫ് റിഫ്രാക്ഷൻ കൂടി ഒന്ന് അപ്ലൈ ചെയ്യാം. ഫ്രം സ്നെൽസ് ലോ വി ക്യാൻ റൈറ്റ് സൈൻ തീറ്റ പി ഡിവൈഡഡ് ബൈ സൈൻ ആർ. സൈൻ ആർ എന്ന് പറഞ്ഞത് ഏതായിരുന്നു? ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്. ഈ രണ്ട് ഇക്വേഷൻസ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. വി ക്യാൻ റൈറ്റ് കോസ് തീറ്റ പി ഈക്വൽ ടു സൈൻ ആർ. ദാറ്റ് മീൻസ് ഇതിനെ നമുക്ക് കോസിൻ്റെ ടേംസിലേക്ക് മാറ്റാം. കോസ് ഓഫ് 90 മൈനസ് ആർ. കോസ് തീറ്റ പി ദാറ്റ് ഈസ് ഈക്വൽ ടു കോസ് ഓഫ് 90 മൈനസ് ആർ. That is theta p equal to 90 minus r. That means theta p plus r equal to 90. ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോട്ട് ചെയ്യാം. That is the reflected and refracted rays that are mutually perpendicular. എപ്പോഴാണ്? When the light is incident at the polarizing angle. That is theta p plus theta p plus r equal to 90. That means reflected and refracted rays, they are mutually perpendicular when the light is incident at the polarizing angle. Okay, ഇനി റിഫ്ലക്ഷൻ നമ്മൾ നോക്കി. അതേപോലെ തന്നെ റിഫ്രാക്ഷൻ്റെ കേസ് കൂടി നമ്മൾക്ക് നോക്കാം. ഇതിൻ്റെ ചെറിയൊരു എക്സ്റ്റൻഷൻ പോലെ റിഫ്രാക്ഷൻ്റെ കേസും കൂടി നോക്കാം. ബൈ റിഫ്രാക്ഷൻ എങ്ങനെയാണ് നമ്മൾക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത് എന്ന്. അതിനുവേണ്ടി ഒരു അൺപോളറൈസ്ഡ് ലൈറ്റ് ഇൻസിഡൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഗ്ലാസ് പ്ലേറ്റ് ചെറിയൊരു ആംഗിളിൽ ഇൻക്ലൈൻ ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായും ചെറിയൊരു പോർഷൻ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്, ചെറിയൊരു പോർഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട്. When the light is incident on the glass surface at the polarizing angle, we know that only a very small percentage of the light is reflected. So from this it is obvious that the intensity of the reflected plane polarized light is small. Ini, how can we improve the intensity of the light? We can use a set of glass plates. ഒരു 10-15 അല്ലെങ്കിൽ ഒരു 20 വരെയൊക്കെയുള്ള ഒരു തിൻ ഗ്ലാസ് പ്ലേറ്റ്സിൻ്റെ ഒരു കൂട്ടം നമ്മൾ ഇവിടെ ഒരൊറ്റ സബ്സ്ട്രേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഒന്നിന് പുറകെ ഒരു ട്യൂബായിട്ടൊന്ന് കൺസിഡർ ചെയ്യുന്നു. ഓരോ സർഫസിൽ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോഴും നമ്മൾക്ക് ഇവിടെ പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കും. ബൈ റിഫ്ലക്ഷൻ and by the transmission we will get intensified light. Okay, this is the
transmitted light. ഇനി ഇതെപ്പോഴാണ് നമ്മൾക്ക് മാക്സിമം പോളറൈസേഷൻ സംഭവിക്കുന്നത്? എയർ ഗ്ലാസിൻ്റെ കേസാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ എയർ ഗ്ലാസ് ഇൻ്റർഫേസിൽ ഒരു 57.5 ഡിഗ്രിയിൽ പോളറൈസേഷൻ പോളറൈസിങ് ആംഗിൾ ഇൻസിഡൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് പോളറൈസേഷൻ മാക്സിമം കിട്ടുന്നത്. ഇതിനെ നമുക്ക് വേറൊരു രീതിയിലും കൂടി ഒന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഈ ഒരു ഗ്ലാസ് പ്ലേറ്റിനെ സപ്പോസ് ഒരു 32.5 ഡിഗ്രിയിൽ ഇൻക്ലൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് മാക്സിമൈസ്ഡ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഒബ്സർവ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അത്ര വലിയ എഫിഷ്യൻ്റ് അല്ല. കാരണം ഒരു നല്ലൊരു ഗുഡ് പോർഷൻ ഓഫ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് ദാറ്റ് ഈസ് ലോസ്റ്റ് ബൈ റിഫ്ലക്ഷൻ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ സെലക്റ്റീവ് അബ്സോർപ്ഷനും അതേപോലെ തന്നെ ഡബിൾ റിഫ്രാക്ഷനും നമുക്ക് സ്റ്റഡി ചെയ്യാം. ഓക്കെ, താങ്ക് യു.